ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ ഗ്ലോബൽ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകൾ റസൽ 2000 ഒഴികെ മറ്റെല്ലാ ഇൻഡെക്സുകളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിൾ, ആമസോൺ, ആൽഫബറ്റ്, എൻവിഡിയ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ എൻവിഡിയയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4.92 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ആമസോണിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $2.61 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ആൽഫബറ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.4 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.85 ട്രില്യൺ ആണ്. കഴിഞ്ഞ ആഴ്ചയിൽ പൊതുവെ അമേരിക്കൻ മാർക്കറ്റുകളിൽ ഒരു പോസിറ്റീവ് ബയാസ് ആയിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം US ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. 0.25% നിരക്കിലാണ് US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന Q3 റിസൾട്ടുകൾ 60% കമ്പനികളും S&P 500 ഇൻഡെക്സിലുള്ള 60% കമ്പനികളും റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 86%-ലധികം കമ്പനികൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് റിസൾട്ടുകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അമേരിക്കൻ മാർക്കറ്റിലുണ്ട്. ഈ ആഴ്ചയിൽ അമേരിക്കയിൽ നാളെ AMD, പാലന്റിയർ, അതുപോലെ തന്നെ ക്വാൽകോം, മറ്റന്നാൾ മക്ഡൊണാൾഡ്സ്, അതുപോലെ തന്നെ യൂബർ ടെക്നോളജീസ് ഇത്തരത്തിലുള്ള കമ്പനികളുടെ റിസൾട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ഒരു പോസിറ്റീവ് ബയാസ് തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ മിക്സഡ് സെൻറ്റിമെൻ്റ് ആയിരുന്നു. അതേസമയം ഏഷ്യൻ മാർക്കറ്റുകൾ, ജപ്പാൻ, സൗത്ത് കൊറിയൻ മാർക്കറ്റുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. ചൈനീസ്, ഇന്ത്യൻ മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് കഴിഞ്ഞ ആഴ്ച വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് ആണ്. ഓട്ടോമൊബൈൽ സ്റ്റോക്കുകൾ ഇന്ത്യയിൽ മുന്നേറിയേക്കാം. റെക്കോർഡ് സെയിൽസ് ഫിഗേഴ്സാണ് ഒക്ടോബർ മാസത്തെ പുറത്തു വിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യയിൽ ജാപ്പനീസ് മാർക്കറ്റുകൾക്ക് അവധിയാണ്. ചൈനീസ്, ഹോങ്കോങ് മാർക്കറ്റുകൾ ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം സൗത്ത് കൊറിയൻ മാർക്കറ്റുകൾ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണെന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ഓപ്പൺ ചെയ്തത് $3,962 പെർ ഔൺസിനായിരുന്നു സ്പോട്ട് ഗോൾഡ്. ചൈനയിൽ ടാക്സ് ബെനിഫിറ്റ്, ഗോൾഡ് പർച്ചേസിന്മേലുള്ള ടാക്സ് ബെനിഫിറ്റ് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സിൽവറും ഇന്ന് മോർണിംഗിൽ ഓപ്പൺ ചെയ്തത് $48.14 പെർ ഔൺസിനായിരുന്നു. വീക്കായിട്ടാണ് ഓപ്പൺ ചെയ്തിരുന്നത്. അതേസമയം രാവിലെ 8:15 ഗോൾഡ് വീണ്ടും സ്ലൈറ്റ്ലി ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലാറ്റ് ലെവലിലാണ് രാവിലെ 8:15 ട്രേഡ് ചെയ്യുന്നത്. $401 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നത് $401.1 പെർ ഔൺസിനായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് കോപ്പർ, അലുമിനിയം, സിങ്ക് ഈ കമ്മോഡിറ്റികൾ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ബ്രണ്ട് ക്രൂഡ് ഓയിൽ ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഒപെക് ഗ്രൂപ്പ് ഓഫ് നേഷൻസ് പറഞ്ഞിരിക്കുന്നത് ഇനി വലിയ ഇൻക്രീസ് ഒന്നും തന്നെ ഡിസംബർ മാസത്തിൽ ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷനിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല. മറിച്ച് അടുത്ത വർഷം മുതൽ ഒരു പക്ഷേ പ്രൊഡക്ഷൻ കുറച്ചേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഇന്ന് മോർണിംഗിൽ ക്രൂഡ് ഓയിൽ പ്രൈസിൽ കാണുന്നത്. അതേസമയം നാച്ചുറൽ ഗ്യാസ് പ്രൈസസ് ഇന്ന് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ റുപ്പി US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. 88.72 പെർ ഡോളറിനാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ ചൈനയിൽ PMI ഡാറ്റ വന്നിട്ടുണ്ട്. സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ് PMI ഡാറ്റ. അതേസമയം ജോബ് ക്രിയേഷൻ ഫാസ്റ്റസ്റ്റ് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ മാസത്തിൽ 2 വർഷത്തെ ഫാസ്റ്റസ്റ്റ് റേറ്റാണ്. ഇത് പൊതുവെ ചൈനീസ് എക്കണോമിനെ സംബന്ധിച്ച് പോസിറ്റീവ്
പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഓവറോൾ ചൈനീസ് എക്കണോമിയിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ചൈനീസ് ഗവൺമെൻറ് വലിയ രീതിയിലുള്ള സ്റ്റിമുലസ് മെഷേഴ്സ് അനൗൺസ് ചെയ്തിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചൈനീസ് മാർക്കറ്റുകൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ സ്ലഗിഷിന് ശേഷം ഇന്ന് മോർണിംഗിലെ സ്ലഗിഷിന് ശേഷം ഒരുപക്ഷെ വീണ്ടും അപ്വേർഡ് മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്തേക്കാം. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ലോസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഓട്ടോമൊബൈൽ സെയിൽസ് ഫിഗേഴ്സ് വന്നിരിക്കുന്നത് എക്സലൻ്റ് ആണ്. ടാറ്റ മോട്ടോഴ്സ്, M&M, അതുപോലെ തന്നെ VST ടില്ലർ സെയിൽസ് ഇതൊക്കെ റെക്കോർഡ് സെയിൽസ് ഫിഗറാണ്. ഏഷ്യർ മോട്ടോഴ്സിൻ്റെ ഫിഗേഴ്സും റെക്കോർഡ് സെയിൽസ് ഫിഗേഴ്സ് ആണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കണ്ടേക്കാം. ടാറ്റ മോട്ടോഴ്സ് ഈ മാസമാണ് സിയാറ SUV ലോഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ M&Mൻ്റെ 7 സീറ്റർ EV SUV കൂടിയും വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ന്യൂസ് ലോസ് എല്ലാം തന്നെ ഈ രണ്ട് കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ടാറ്റ മോട്ടോഴ്സ് കമേഴ്ഷ്യൽ വെഹിക്കിൾസ് വോൾവോ ആയിട്ട് ഒരു JVയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഏഷ്യറായിട്ട് ഓൾറെഡി JV ഉണ്ട്. വീണ്ടും ടാറ്റ മോട്ടോഴ്സ് ആയിട്ടൊരു JV അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഡിമർജറിന് ശേഷം ടാറ്റ മോട്ടോഴ്സ് കമേഴ്ഷ്യൽ വെഹിക്കിൾസ് ലിസ്റ്റ് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ ടാറ്റ മോട്ടോഴ്സ് കമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ സെയിൽസും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് ഒക്ടോബർ മാസത്തിൽ വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് ഓട്ടോമൊബൈൽ റിലേറ്റഡ് ഡാറ്റകൾ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തു വന്നിരിക്കുന്ന ന്യൂസ് റോസ് എല്ലാം തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. AI റിലേറ്റഡ്, ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ്, അതുപോലെ തന്നെ റിലയൻസും ഗൂഗിളും തമ്മിലുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചർ പ്രോ AI മോഡൽസ് മുഴുവൻ കസ്റ്റമേഴ്സിന് ഫ്രീ ആയിട്ട് 18 മാസത്തേക്ക് നൽകാനുള്ള തീരുമാനം റിലയൻസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. റിലയൻസ് 1.5 വർഷത്തിനുള്ളിൽ 35-40% മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ LNTക്ക് വലിയൊരു ഇൻ്റർനാഷണൽ ഓർഡറും കൂടി ലഭിച്ചിരിക്കുകയാണ്. LNTനെ നെതർലാൻഡ് ബേസ്ഡ് 1080 എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടെ കൺസോർഷ്യം പാർട്ട്ണറായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. 1080 എന്ന് പറയുന്നത് യൂറോപ്പിലത്തെ പവർ ട്രാൻസ്മിഷൻ ഓപ്പറേറ്ററാണ്. വൺ ഓഫ് ദ ലാർജസ്റ്റ് ഓപ്പറേറ്ററാണ്. വലിയൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ഇതിൽ 4 കൺസോർഷ്യം മെമ്പേഴ്സിനാണ് ഇതിൽ എൻട്രി കൊടുത്തിരിക്കുന്നത്. ഹിറ്റാച്ചി എനർജി, LNT ആണ് ഒരു കൺസോർഷ്യം മെമ്പർ. LNTക്ക് അറൗണ്ട് 33,500 കോടി രൂപയുടെ ഓർഡറാണ് ഇതിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത്. LNTയുടെ ഓർഡർ ബുക്ക് 7 ലക്ഷം കോടി രൂപ ക്രോസ് ചെയ്തിരിക്കുകയാണ്. LNTനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ LNT അമേരിക്കയിലെ ജനറൽ ആറ്റമിക് എയറോനോട്ടിക്കൽ സിസ്റ്റമായിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് റിമോട്ട്ലി പൈലറ്റഡ് എയർക്രാഫ്റ്റ് സിസ്റ്റംസ് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഉണ്ടാക്കാനുള്ള ഓർഡറാണ്. ഇതും LNTനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അഡാനി എനർജി സൊല്യൂഷൻസിൻ്റെ ക്യാപെക്സ് ഡീറ്റെയിൽസ് ഔട്ടായിട്ടുണ്ട്. ടോട്ടൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ 18,000 കോടി രൂപയാണ് ക്യാപെക്സ് ഈ വർഷം സ്പെൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ലഭിക്കാൻ പോകുന്നത് അടുത്ത വർഷങ്ങളിലാണ്. അതോടൊപ്പം തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡ്രൈ ഡോക്സ് വേൾഡ് DP വേൾഡ് കമ്പനിയാണ് ദുബായിലത്തെ. ഈ ഡ്രൈ ഡോക്സ് വേൾഡ് ആയിട്ട് MOU സൈൻ ചെയ്തിട്ട് ഇന്ത്യയിലത്തെ ഫസ്റ്റ് ഷിപ്പ് റിപ്പയർ ക്ലസ്റ്റർ ഫോം ചെയ്യാനും അതുപോലെ തന്നെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും വേണ്ടിയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം ഗവൺമെൻറ്റിൻ്റെ ഷിപ്പിംഗ് പോളിസികൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് അതുപോലെ തന്നെ മറ്റ് ഷിപ്പിംഗ് കമ്പനികൾ ആയ GRSC, അതുപോലെ തന്നെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ സ്വാൻ ഡിഫൻസ്, ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, മസഗൻ ഡോക്ക് ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. LNTക്കും ഈ ന്യൂസ് പോസിറ്റീവ് തന്നെയാണ്. അഡാനി പവറിൻ്റെ 10 സബ്സിഡിയറികൾ അഡാനി പവറിൽ മെർജ് ചെയ്യാൻ പോവാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അഡാനി പവറിനെ സംബന്ധിച്ച് കോസ്റ്റ് കുറയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രോഫിറ്റബിലിറ്റിയും കൂടും. ലോങ് റണ്ണിൽ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഇത് നൽകാൻ പോകുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ സെലക്റ്റീവ് ആയിട്ട് വാങ്ങാനുള്ള ഡിസിഷൻ നന്നായിരിക്കും. പ്രത്യേകിച്ച് ഹിറ്റാച്ചി എനർജി സൊല്യൂഷൻസ്, സീമെൻസ്, സ്നൈഡർ ഇലക്ട്രിക് ഇൻഫ്രാസ്ട്രക്ചർ, ABB, അതുപോലെ തന്നെ കേബിൾ രംഗത്തുള്ള ഡൈനാമിക് കേബിൾ, RR കേബിൾ, ഹാവൽസ്, നെറ്റ് വെബ്, ഒപ്പം വോൾട്ടാസ്, E2E നെറ്റ്വർക്ക്, അതുപോലെ തന്നെ ബ്ലൂ സ്റ്റാർ ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് പോസിറ്റീവാണ്.
അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസത്തെ GST ഡാറ്റ നോക്കുകയാണെങ്കിൽ 1.95 ലക്ഷം കോടിയാണ് GST കളക്ട് ചെയ്തിരിക്കുന്നത്. നെറ്റ് കളക്ഷൻ വരുമ്പോൾ സ്ലൈറ്റ് ഇൻക്രീസേ ഉള്ളൂ. എന്നിരുന്നാലും ഈ ന്യൂസ് പൊതുവെ നമ്മുടെ എക്കണോമിനെ കുറിച്ച് പോസിറ്റീവ് പിക്ചറാണ് നൽകുന്നത്. ദാനി സർവീസസ്, യാരി ഡിജിറ്റൽസ്, അതുപോലെ തന്നെ ഇന്ത്യാബുൾ ഇൻ്റഗ്രേറ്റഡ് ലിമിറ്റഡ്, ഈ കമ്പനികളും 14 സബ്സിഡിയറികളും കൂടി മെർജ് ചെയ്തിട്ടുള്ള എൻറ്റിറ്റി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ലിസ്റ്റഡ് തന്നെയായിരുന്നു യാരി ഡിജിറ്റലിലേക്കാണ് ഈ 16 കമ്പനികൾ മെർജ് ചെയ്തിരുന്നത്. യാരി ഡിജിറ്റലിൻ്റെ പേര് മാറ്റി ഇന്ത്യാബുൾ ലിമിറ്റഡ് ആയിരിക്കുകയാണ്. ഈ കമ്പനിയിൽ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫിനാൻസിങ് ഉണ്ട്, കോമേഴ്സ് ഉണ്ട്, ബ്രോക്കറേജ് ഉണ്ട്, ARC ബിസിനസ് ഉണ്ട്, അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ് ലീസിങ് ഒക്കെ ഉണ്ട്. പഴയ പ്രതാപം വീണ്ടെടുത്തിട്ടില്ലെങ്കിലും ലോങ് റണ്ണിൽ ഈ ഇന്ത്യാബുൾസ് ലിമിറ്റഡ് മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം 2481 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. മുംബൈ മെട്രോ റെയിൽ കോർപ്പറേഷനിൽ നിന്നാണ് 132 മെട്രോ കോച്ചസിന് വേണ്ടിയിട്ടുള്ള ഓർഡറാണ്. ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ ഓർഡർ ബുക്ക് 74,453 കോടി രൂപയായിട്ട് ഉയർന്നിരിക്കുകയാണ്. ഭാരത് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. 3M ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് അടുത്ത 3 വർഷത്തിനുള്ളിൽ അവരുടെ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് ഡിവിഷൻ 5 ടൈംസ് ഗ്രോ ചെയ്യുന്നതാണ് പറയുന്നത്. 3M ഇന്ത്യനെ സംബന്ധിച്ച് ലോങ് റണ്ണിലേക്ക് പോസിറ്റീവാണ്. ഇന്ത്യ ഗവൺമെൻറ് റയർ എർത്ത് സെക്ടറിൽ വലിയ രീതിയിലുള്ള ഇൻസെൻറ്റീവുകൾ തന്നെയാണ് വീണ്ടും അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഉള്ളതിനേക്കാളും 3 ടൈംസ് ഇൻസെൻറ്റീവ് അനൗൺസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. സെൻ ടെക്നോളജീസ് 289 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നാണ്. അതുപോലെ തന്നെ റോസൽ ടെക് സിസ്റ്റംസ് QIP അല്ലെങ്കിൽ റൈറ്റ്സ് ഇഷ്യൂ ഫണ്ട് റേസിംഗ്, ക്യാപിറ്റൽ റേസിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് ഈ കമ്പനീനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഡീമർജ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജി കമ്പനിയാണ് റോസൽ ഇന്ത്യ ലിമിറ്റഡിൽ നിന്ന് ഡീമർജ് ചെയ്ത കമ്പനിയാണ്. റോസലിനെ സംബന്ധിച്ച് ഈ ക്യാപിറ്റൽ റേസിംഗ് പോസിറ്റീവാണ്. നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ സെക്കൻഡ് ഫേസ് 300 മെഗാവാട്ട് സോളാർ പ്രൊജക്റ്റ് രാജസ്ഥാനിൽ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. സെബി പ്രപ്പോസ് ചെയ്തിരുന്ന T+0 സെറ്റിൽമെൻറ്റ് സിസ്റ്റം തൽക്കാലം പുട്ട് ഓൺ ഹോൾഡ് ആയിട്ട് വെച്ചിരിക്കാവുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ലെസ് പാർട്ടിസിപ്പേഷൻ, ലിക്വിഡിറ്റിയൊക്കെ കുറവാണ് ഇതിനുള്ള കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തു വന്നിട്ടുള്ള Q2 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ആപ്റ്റസ് വാല്യൂ ഹൗസിംഗ്, മഹീന്ദ്ര ഹോളിഡേയ്സ്, കൽപ്പതരു പ്രൊജക്റ്റ് ഇൻ്റർനാഷണൽ, ഓറിയൻ സിമെൻറ്റ്, ACC, ഇൻ്റലക്റ്റ് ഡിസൈൻ അരീന, അതുപോലെ തന്നെ വീൽസ് ഇന്ത്യ, ഡോക്ടർ പാത്ത് ലാബ് 1:1 ബോണസും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആസാദ് എഞ്ചിനീയറിംഗ്, BPCL 7.5 രൂപ പെർ ഷെയർ ഇൻ്ററിം ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഷേഫ്ലർ ഇന്ത്യ, RR കേബിൾ, വേദാന്ത ലിമിറ്റഡ്, ഈ കമ്പനികളൊക്കെയാണ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് Q2 റിസൾട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. വേദാന്തയുടെ നെറ്റ് പ്രോഫിറ്റ് താഴെയാണ്, പക്ഷേ ഇതൊരു വൺ ടൈം ഇമ്പാക്റ്റ് ആണ്. തീർച്ചയായിട്ടും വേദാന്തയുടെ മറ്റ് പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവാണ്. ഓൺലി ഒരു ചെറിയൊരു സ്ലഗിഷ് പോയിന്റ് എന്ന് പറയുന്നത് വേദാന്തയുടെ ഡീമർജർ ഒരുപക്ഷെ 1-2 മാസമൊക്കെ നീളാനുള്ള ചാൻസസ് ഉണ്ട്. അടുത്ത ഹിയറിംഗ് വരുന്നത് നവംബർ 12-നാണ്. അതോടൊപ്പം തന്നെ വീണ്ടും 2 ഇൻ്ററിം ഡിവിഡൻഡുകൾ കൂടി വേദാന്തയിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ അസ്ട്ര മൈക്രോവേവ് ജോയിൻറ്റ് വെഞ്ചർ 285.56 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നാണ്. റെയിൽ ടെൽ 32.4 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഒപ്പം NCC 4 ഓർഡേഴ്സ് ബാഗ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ വാല്യൂ വരുന്നത് 710 കോടി രൂപയാണ്. ഒക്ടോബർ മാസത്തിൽ അഡീഷണൽ ആയിട്ട് ബാഗ് ചെയ്തിട്ടുള്ള ഓർഡേഴ്സാണ്. CE ഇൻഫോ സിസ്റ്റംസ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനായിട്ട് ടൈപ്പിലെത്തിയിരിക്കുകയാണ്. മെട്രോ ഡാറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മാപ്പ് മൈ ഇന്ത്യയിൽ. തീർച്ചയായിട്ടും CE ഇൻഫോ സിസ്റ്റത്തിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഈ FICT 6350 കോടി രൂപയുടെ ക്യാപിറ്റൽ പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബോർഡിൽ നിന്ന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. FICTനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. റീസെൻ്റായിട്ട് BPCL അതുപോലെ തന്നെ IOC ആയിട്ടൊക്കെ ഒരു ടൈപ്പ് അനൗൺസ് ചെയ്തിരുന്നു. ഓവറോൾ FICTനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. വളരെ ലോ ഫ്ലോട്ടിംഗ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ FOCTക്ക്.
അതുപോലെ തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ആഴ്ച സെല്ലേഴ്സ് തന്നെയാണ് വെള്ളിയാഴ്ച 6769.3 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. അതേസമയം ഡൊമസ്റ്റിക് ഫണ്ടുകൾ 7068.44 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളും വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് ഈ ആഴ്ചയിൽ 550ഓളം കമ്പനികളുടെ Q2 റിസൾട്ടുകൾ വരുന്നുണ്ട്. ഇന്ന് പുറത്തു വരുന്ന മേജർ റിസൾട്ടുകൾ ഭാരതി എയർടെൽ ഉണ്ട്, ഭാരതി എയർടെൽ ഉണ്ട്, അതുപോലെ തന്നെ പവർ ഗ്രിഡ് ഉണ്ട്. ധാരാളം കമ്പനികൾ ഇന്നും Q2 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഈ ആഴ്ചയിൽ ഭാരതി എയർടെലിന് പുറമെ അഡാനി എൻ്റർപ്രൈസ്, M&M, SBI, ട്രെൻഡ്, Paytm, സുസ്ലോൺ ഇത്തരത്തിലുള്ള കമ്പനികളും Q2 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു പോസിറ്റീവ് ബയാസ് തന്നെയാണ് റിസൾട്ട് എക്സ്പെക്റ്റേഷൻസിൽ. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ വ്യാഴം വെള്ളിയായിട്ട് പുറത്തു വന്നിരുന്ന റിസൾട്ടുകൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ദൃശ്യമാണ്. അതേസമയം ഈ ആഴ്ച പുറത്തു വരാനിരിക്കുന്ന റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം കണ്ടേക്കാം. ഇന്ന് തീർച്ചയായിട്ടും നമ്മുടെ ഓട്ടോമൊബൈൽ സ്റ്റോക്കുകൾ മുന്നേറും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ ബുക്കിംഗ് ഫിഗേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ അടുത്ത മാസങ്ങളിലും ഇനിയും ഓട്ടോമൊബൈൽ കമ്പനികളുടെ സെയിൽസ് കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഓവറോൾ ഒരു പോസിറ്റീവ് ബയാസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ഗ്ലോബൽ ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ റുപ്പി ഡിപ്രീസിയേഷൻ, US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് വീണ്ടും റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുക, ഒപ്പം ക്രൂഡ് ഓയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുക, വീണ്ടും ഗോൾഡ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുക, ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും നമ്മുടെ മാർക്കറ്റിൽ മൈനർ നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ഒക്കെ വന്നേക്കാം. എന്നിരുന്നാലും ഓവറോൾ നമ്മളെ സംബന്ധിച്ച് വളരെ നല്ല ഡേയ്സാണ് ഹെഡുള്ളത്. അതോടൊപ്പം തന്നെ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന ഓർക്കല ഇന്ത്യ 48.74 ടൈംസ് ആയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. നല്ല ഓവർ സബ്സ്ക്രിപ്ഷനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റാഡ്സ് അക്സസറീസ് രണ്ടാം ദിവസം 5.08 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ട് ഇന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ലെൻസ് കാർട്ട് 1.13 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഈ 3 IPOസും ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ്. നാളെ ഓപ്പൺ ചെയ്യാണ് ഗ്രോയുടെ IPO. ബ്രോക്കിംഗ് രംഗത്ത് വളരെ ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. 100 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്, 2 രൂപയാണ് ഫേസ് വാല്യൂ, 123.47 കോടി രൂപയാണ് IPOയ്ക്ക് ശേഷമുള്ള ഇക്വിറ്റി ക്യാപിറ്റൽ വരുന്നു. ലോങ് റണ്ണിൽ നല്ല രീതിയിൽ റിട്ടേൺ ലഭിക്കാൻ സാധ്യതയുള്ളൊരു IPO ആണ് ഗ്രോ. അതോടൊപ്പം തന്നെ 7-ാം തീയതി ഓപ്പൺ ചെയ്യുന്നുണ്ട് പൈൻ ലാബ്സ്. ഈ IPOയും ഇൻവെസ്റ്റേഴ്സിന് ലിസ്റ്റിംഗ് ഗെയിൻ നൽകാൻ സാധ്യതയുള്ള IPOs ആണ്. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഈ IPOയിൽ അപ്ലൈ ഒന്ന് കൺസിഡർ ചെയ്യുന്ന നന്നായിരിക്കും. അപ്പോൾ ഓവറോൾ ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന നമ്മൾ മ്യൂട്ടഡ് ഓപ്പണിങ്ങും അതിനുശേഷം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് പൊതുവെ ഓട്ടോമൊബൈൽ സ്റ്റോക്കുകൾ. അതുപോലെ തന്നെ Q2 റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് വന്നിട്ടുള്ള കമ്പനികളുടെ സ്റ്റോക്കുകളിലൊക്കെ ഒരു പോസിറ്റീവ് ബയാസ് കണ്ടേക്കാം. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.